നമസ്കാരം. ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ FBയിൽ വരാനുള്ള കാരണം, എൻ്റെ വിഷയം കേരളത്തിലെ പാലക്കാടിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രധാന അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുകയും എന്തിനാണ് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആ പ്രധാന അധ്യാപകനെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി, ഇത് കേരളം തന്നെയല്ലേ? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രധാന അധ്യാപകനെതിരെ വധഭീഷണി മുഴക്കുക. നിങ്ങൾ വെളിയിലോട്ട് വന്നാൽ ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യും, ഞാൻ നിങ്ങളെ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വധഭീഷണി മുഴക്കുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, അതുപോലെ തന്നെ മീഡിയകളിലൂടെ, ചാനലുകളിലൂടെ നമ്മൾ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ കേരളം എങ്ങോട്ടാ പോണത്? നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മുടെ അധ്യാപകരെ നമ്മൾ എത്രത്തോളം ബഹുമാനിച്ചുല്ലേ? നമ്മുടെ മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവിനെയും പിതാവിനെയും എത്രത്തോളം നമ്മൾ ബഹുമാനിക്കുന്നുവോ അതേപോലെയാണ് അധ്യാപകരെയും നമ്മൾ ബഹുമാനിച്ചത്. എവിടെ കണ്ടാലും മാറി നിൽക്കും, 10 അടി മാറി. നമ്മുടെ ടീച്ചറാ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാഷാ വരുന്നത്, അവരെ നമ്മൾ നല്ലപോലെ ബഹുമാനിച്ചിരുന്നു. ബഹുമാനിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞു തന്നിരുന്നു. അതായത് മാതാപിതാ ഗുരു ദൈവം എന്ന പോലെ ഞങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ അധ്യാപകരെയും നിങ്ങൾ ബഹുമാനിക്കണം, ഗുരുക്കളെയും നിങ്ങൾ ബഹുമാനിക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഇന്നത്തെ മാതാപിതാക്കളും ഒരുപാട് കുട്ടികൾക്ക് മിക്ക മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രധാന അധ്യാപകനെതിരെ വധഭീഷണി മുഴക്കിയ ആ കുട്ടി ചില്ലറക്കാരനൊന്നുമല്ല. അവനെയൊക്കെ ദുർഗുണ പാഠശാലകളിൽ കൊണ്ട് അടയ്ക്കണമെന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആളുകൾ കമന്റായിട്ട് എഴുതി വിടുന്നത്. അവനെ ദുർഗുണ പാഠശാലയിൽ കൊണ്ട് അടയ്ക്കല്ല വേണ്ടത്, അവനെ ഇരുട്ടറയിൽ കൊണ്ടടയ്ക്കണം. അതാണ് ചെയ്യേണ്ടത്. അവൻ കുട്ടിയൊന്നുമല്ല. അവന്റെ അടുത്ത് വേറെ വല്ലതും പോയി കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാക്കി കൈത്തരും. അങ്ങനെയുള്ള കുട്ടിയാണ് അവൻ, ചില്ലറക്കാരനൊന്നുമല്ല. +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 18 വയസ്സ് പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളുമുണ്ട്, 18 വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികളുമുണ്ട്. അതുപോട്ടെ, ഈ കുട്ടിയുടെ വിഷയത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അധ്യാപകർക്കെതിരെ വല്ല നിയമ നടപടി വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലം പോയ പോക്കാണ്. ലഹരിക്ക് അടിമയായ വിദ്യാർത്ഥികൾ കേരളം എങ്ങോട്ടാ പോണത്? കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിൽ ലഹരിക്ക് അടിമയായ വിദ്യാർത്ഥികളുണ്ടെന്ന് ഒരുപാട് ചാനൽ റിപ്പോർട്ടുകളുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എന്ന് ചാനലുകളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതെന്താ ചെയ്യുക? സ്കൂളുകളിൽ നല്ലപോലെ ചെക്കിംഗ് നടത്തണ്ടേ? നല്ലപോലെ സ്കൂളുകളിൽ അധ്യാപകരോടും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരും വന്ന് ചെക്ക് ചെയ്യണം. സ്കൂളുകളിൽ നല്ലപോലെയുള്ള ക്ലാസ്സുകൾ കൊടുക്കണം. എന്താ ഓരോ വിദ്യാർത്ഥികൾ ചെയ്യണത്? അധ്യാപകർക്ക് എന്താ വിലയില്ലേ? ഇന്ന് ലോകം എത്രത്തോളം ഉയർന്നിട്ടുണ്ടോ, ഈ ലോകം എത്രത്തോളം ടെക്നോളജിയിലൂടെ ലോകം വളർന്നിട്ടുണ്ടോ, അതിനെ പ്രധാന പങ്ക് വഹിച്ചത് അധ്യാപകരല്ലേ? അധ്യാപകരില്ലെങ്കിൽ ഇന്ന് ലോകമുണ്ടോ? വിദ്യാർത്ഥികളുണ്ടോ? ഈ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുകയും നല്ലപോലെ പഠനം നേടുകയും അതിലൂടെ തന്നെ PSC എഴുതുകയും അതിലൂടെ ഓരോ വിഷയത്തിൽ അവർ പഠിച്ച് അവർക്ക് ജോലി കിട്ടിയത് കൊണ്ടല്ലേ ഈ ലോകം ഇത്രത്തോളമായത്. ഓരോ ആളുകൾ ഓരോ ജോലിയിലേക്ക് പോകുമ്പോൾ IT മേഖലയാണെങ്കിലും പൈലറ്റ് ആണെങ്കിലും ഏതൊക്കെ മേഖലകളിൽ ഈ ലോകത്ത് ഓരോ ആളുകൾ എത്രത്തോളം കഴിവ് തെളിയിച്ചിട്ടുണ്ടോ അതിനൊക്കെ പ്രധാന പങ്ക് വഹിച്ചത് അധ്യാപകരല്ലേ? അധ്യാപകരെ ബഹുമാനിക്കണ്ടേ? അധ്യാപകരെ അപമാനിക്കണം വേണ്ടത്? അധ്യാപകരെ കൊല്ലുമെന്ന നിലയ്ക്കല്ലേ ഈ ഒരു കുട്ടി പറയണത്? ആ കുട്ടിയെ ഇരുട്ടറയിൽ കൊണ്ടടയ്ക്കണം. കുട്ടിയെ സസ്പെൻഡ് ചെയ്താൽ പോരാ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോ എനിക്കെതിരെ വല്ല നിയമ നടപടി വരുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു പരിമിതികളൊക്കെ ഇല്ലേ, അല്ലേ? എന്താ അത്? ഒരു അധ്യാപകന്റെ അവസ്ഥയാണ്. കേരളത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഇതേപോലെ എല്ലാ കുട്ടികളൊന്നുമില്ല, നല്ല കുട്ടികളുണ്ട് കേരളത്തിൽ, നല്ല വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ സ്കൂളിലെ ഓരോ ക്ലാസ്സുകളിലും ഒന്നില്ലെങ്കിൽ പോലീസിനെ വിന്യസിക്കണം, അല്ലെങ്കിൽ കേന്ദ്രസേന പട്ടാളമുണ്ടല്ലോ, ആ പട്ടാളത്തെ വിന്യസിച്ച് കൊണ്ടുപോകണം അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ എന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കുട്ടികൾ, അതായത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നല്ല പച്ച ചൂരലും കൈ പിടിച്ച് വരുന്ന അധ്യാപകരുണ്ട് അല്ലേ? ആ ചൂരല് കണ്ടാ മതി നമ്മൾ ഓടി നാടുവിട്ട് പോകും, നമ്മൾ ഭയക്കും. ഇന്ന് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ തല്ലാൻ പറ്റുമോ? ചൂരലെടുക്കാൻ പറ്റുമോ? പറ്റില്ല. നിയമം മാറി. ഒരു കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ പോക്സോവാണ്, തല്ലിയാലും പോക്സോവാണ്. പോക്സോ കേസെടുക്കും. അധ്യാപകരുടെ ജീവിതം തൊലയും. ഇപ്പൊ സുപ്രീം കോടതിയിലെ ഒരു നിയമമുണ്ട്, അധ്യാപകർ കുട്ടികളെ പഠിക്കാത്തതിന് പേരിൽ
വടി കൊണ്ട് അടിക്കുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ല, പോക്സോ കുറ്റം ചുമത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പോലും ഇപ്പോ നിയമം, അതായത് സുപ്രീം കോടതി പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. വടിയെടുക്കേണ്ട കാലമാണ്, വടിയെടുക്കണം. പണ്ടുകാലത്തെ പോലെ അധ്യാപകർക്ക് നല്ല പോലെ അധികാരം കൊടുത്തുകൊണ്ട് അധ്യാപകർ വടിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇനിയും നല്ലപോലെ പഠിക്കും. അല്ലെങ്കിൽ കുട്ടികൾ വടിക്കും. ഉള്ള കാര്യം ഓപ്പണായി പറയാം. പിന്നെ കുട്ടികൾ ഉണ്ടാക്കാനൊക്കെ ആർക്കും പറ്റും. ഞാൻ പറയുമ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞ ചില വിഷയങ്ങൾ പച്ചയായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കുട്ടികൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും. ഈ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളെ നല്ലപോലെ വളർത്തേണ്ടത് അത് വലിയൊരു ടാസ്ക്കാണ്. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നല്ലപോലെ കുട്ടികളെ അഡ്വൈസ് ചെയ്തുകൊണ്ട് വളർത്തണം. കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം മുതൽ നിങ്ങളുടെ ഇന്നാൾ ഇങ്ങനെയാണ്, നിന്റെ അച്ഛനാണ് ഞാൻ, നിന്റെ പിതാവാണ് ഞാൻ, നിന്റെ മാതാവാണ് ഞാൻ, നീ പഠിക്കാൻ പോകുന്ന, നീ വിദ്യാഭ്യാസം നേടാൻ പോകുന്ന സ്കൂളിലെ അധ്യാപകരെ ബഹുമാനിക്കണം, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ബഹുമാനിക്കണം എന്ന്, ഈ അധ്യാപകരെ ഇങ്ങനെയൊക്കെ ബഹുമാനിക്കണം എന്ന് ഈ പറയുന്ന മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഈ വീട്ടിൽ എന്ത് തന്നെയാണെങ്കിലും ശരി, ഈ കുട്ടിയുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. +2 പഠിക്കുന്ന കുട്ടി കൊലവിളി പ്രസംഗം നടത്തുമ്പോ ആ കുട്ടി വീട്ടിൽ വളർന്ന പശ്ചാത്തലം അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ കുട്ടിക്ക് നല്ലപോലെ ക്ലാസ്സൊന്നും ആ കുട്ടിയുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഒരിക്കലും കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ നല്ലപോലെ കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കളുടെ മക്കൾ ഒരിക്കലും അധ്യാപകർക്കെതിരെ ഇങ്ങനെ ഒരിക്കലും വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കില്ല. ഈ കുട്ടിയൊക്കെ ഇരുട്ടറയിൽ കൊണ്ടടയ്ക്കണം. വല്ലാത്ത ദുഃഖമുണ്ട്. കേരളം എങ്ങോട്ടാ പോണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടി. എന്താ അത്? നമ്മളും പഠിച്ചതല്ലേ. നമ്മളൊക്കെ നമ്മുടെ ഇന്നും അന്നുകാലത്ത് ചെറുപ്പകാലത്ത് നമ്മുടെ അധ്യാപകർ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഇന്നും നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ നല്ല പോലെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, മാഷ എങ്ങോട്ടാണ്, മാഷിന് സുഖമാണോ, ടീച്ചർ എങ്ങോട്ടാണ്, ടീച്ചറെ സുഖമാണോ, വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കും. അതുപോലെ അവർ ഇങ്ങോട്ടും ചോദിക്കും. ഇന്ന് ചില മക്കൾ അധ്യാപകർക്കെതിരെ കാണിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. ഇതൊന്നും ശരിയല്ല. നല്ല രീതിയിലുള്ള നിയമം വേണം. ഈ അധ്യാപകർക്കെതിരെ പോലും ഇത്രത്തോളം ഇങ്ങനെ ഒരു കൊലവിളി, ഒരു വധഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ക്ലാസുകൾ കേരളത്തിൽ കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ പറഞ്ഞവൻ നാളെ സ്കൂളിനകത്ത് കയറി അധ്യാപകർക്കെതിരെ ആക്രമണം നടത്തില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? എന്താ അത്? അധ്യാപകർ എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ ഇനി വരിക, സ്കൂളുകളിൽ ക്ലാസ് എടുക്കുക? അധ്യാപകരെ ബഹുമാനിക്കണ്ടേ? ലോകം ഇത്രത്തോളം ഉയർന്നതിന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചത് അധ്യാപകരല്ലേ? മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ? ഈ മാതാവിനെയും പിതാവിനെയും എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അതുപോലെ അധ്യാപകരെയും ബഹുമാനിക്കണം. ആ കുട്ടിക്ക് വളർത്തു ദോഷമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ കേരളത്തിന്റെ അല്ല ലോകത്തിന്റെ ശാപമാണ്. ദുർഗുണ പാഠശാലയിൽ കൊണ്ട് വരണത്ര. എന്താ അതിന് ആവശ്യം? ഇനിയിപ്പോ വീഡിയോ ഈ പറയുന്ന ആ കുട്ടിക്കെതിരെയുള്ള വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അധ്യാപകർക്കെതിരെ വല്ല നിയമ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എന്തിനാണെങ്കിലും ഇതൊന്നും ശരിയല്ല. അധ്യാപകർക്കൊരു വിലയുണ്ട്. അധ്യാപകർ കേരളത്തിന്റെ, ലോകത്തിന്റെ മാതൃകയാണ്. ലോകത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചവരാണ്. അവർ പവിത്രതയുള്ളവരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കണം നല്ല പോലെ. അപ്പോ ഈ പറയുന്ന കുട്ടിയുടെ വീട്ടിൽ ഈ കുട്ടിക്ക് മാന്യമായ ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ കുട്ടി അധ്യാപകനെതിരെ കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾക്കുണ്ടാവുന്ന മക്കൾ, ദയവ് ചെയ്ത് ഈ വീഡിയോ എത്ര പേര് കാണും എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. ഒരിക്കൽ കൂടി പറയാണ്, നമ്മൾക്ക് മക്കൾ ഉണ്ടായാൽ ആ മക്കൾക്ക് ബുദ്ധി വരുന്ന കാലത്ത്, ബുദ്ധി ഉദിക്ക് നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു കാലമുണ്ടല്ലോ കുട്ടികൾക്ക്. ആ കാലത്ത് നമ്മൾ നല്ലപോലെ കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കണം. നല്ല 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 ക്ലാസ്സുകൾ കൊടുത്ത് കുട്ടികളോട് നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ, ഞാൻ നിന്റെ അച്ഛനാണ്, എന്താണ് അച്ഛൻ ഭീകരനാണ്, വൈകുന്നേരം അച്ഛൻ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടി പുതപ്പ് തലയിലിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം ഭയമാണ്, അച്ഛനെ ഭയമാണ്. അങ്ങനെ ഒരിക്കലും വളർത്തരുത്. കുട്ടികളെ ഭയപ്പെടുത്തി ഒരിക്കലും വളർത്തരുത്. കുട്ടികൾ ചെറുപ്പകാലത്ത് ഭയന്നത് വലുതാകുമ്പോൾ ചിന്തിക്കും, എന്റെ അച്ഛൻ അന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, ഇങ്ങനെയൊക്കെ എന്നെ കാട്ടിക്കൂട്ടിയതാണെന്നുള്ള ആ ഒരു വിഷയം കുട്ടികളുടെ മെമ്മറിയിൽ ഉണ്ടാകും. കുട്ടികളെ ഭയപ്പെടുത്തണം. ചെറിയ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഭയപ്പെടുത്തണം. തല്ലണ്ടവിടെ തല്ലണം ഒക്കെ ചെയ്യണം. കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായത്തിൽ അന്നാ ഭയവും വേണം. അതുപോലെ തന്നെ അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി, നല്ല കൂട്ടുകാരനെ പോലെ, നല്ല സുഹൃത്തിനെ പോലെ ആ നമ്മുടെ കുട്ടിയോട് നമ്മൾ പെരുമാറിക്കൊണ്ട് നമ്മൾ നല്ല നല്ല ഉപദേശം കൊടുക്കണം. എനിക്ക് മൊബൈൽ ഫോൺ വേണം, എനിക്ക് വണ്ടി വേണം, എനിക്ക് അത് ചെയ്യണം, എനിക്കിങ്ങനെ ചെയ്തു തരണം എന്ന് ഈ വിദ്യാർത്ഥികളായ കുട്ടികൾ മാതാപിതാക്കളോട് പറയുമ്പോൾ
ആ മാതാപിതാക്കൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സുപ്രഭാതത്തിൽ പിന്നെയും ചോദിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. എനിക്ക് എന്റെ സാധനം വേണം. ഒരു അമ്മയെ വെട്ടിക്കൊന്നില്ലേ മലപ്പുറം ജില്ലയിൽ? എന്താ സംഭവിച്ചത്? ഒരു അമ്മയെ ഇല്ലാതാക്കിയില്ലേ? ഒരു പയ്യൻ കൂലിപ്പണിയെടുക്കുന്ന ഒരു അമ്മ, ആ അമ്മയെ ഒരു പയ്യൻ ഇല്ലാതാക്കി. ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആ പയ്യൻ ലഹരിക്ക് അടിമയാണ്. എന്താ ചെയ്യാ? അമ്മ പോയി, അവൻ ജയിലിലും പോയി. അപ്പോ ചോദിച്ചതൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. എല്ലാം വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അതിനർത്ഥമില്ലല്ലോ. നല്ലപോലെ വാങ്ങിച്ചു കൊടുക്കണം, നല്ലപോലെ കുട്ടികളെ പഠിപ്പിക്കണം, നല്ലപോലെ അഡ്വൈസ് കൊടുക്കണം, അവരെ നല്ലപോലെ ഉപദേശങ്ങൾ കൊടുക്കണം. ഇന്നാൾ ഇങ്ങനെയാണ്. നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, നീ ഞങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ നിന്റെ അധ്യാപകരെ നീ ബഹുമാനിക്കണം. നിന്റെ പള്ളിയിൽ ഉസ്താദാണെങ്കിൽ അവരെ ബഹുമാനിക്കണം. നിന്നെ പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപകരാണെങ്കിൽ, ടീച്ചർമാരാണെങ്കിൽ, മാഷുമാരാണെങ്കിൽ അവരെ നല്ലപോലെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ക്ലാസ് നമ്മളെ രക്ഷിതാക്കളായ നമ്മൾ കൊടുക്കണം. ഈ വീട്ടിൽ അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ആ കുട്ടിക്ക് അങ്ങനെ, ആ കുട്ടിയല്ല, അവൻ വലിയ കുട്ടിയാണ്. ആ വലിയ കുട്ടിക്ക് അങ്ങനെയുള്ള ക്ലാസ് സ്വന്തം വീട്ടിൽ നിന്നും കൊടുക്കുകയാണെങ്കിൽ, മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഒരിക്കലും ഈ അധ്യാപകനെതിരെ ഇങ്ങനെ വധഭീഷണി മുടക്കില്ല. അപ്പോ കാലം പോയ പോക്കാണ്. ഇതേപോലുള്ള എത്ര കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും റെയ്ഡ് നടത്തണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന് അറിയാലോ. പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് നല്ലപോലെ അറിയാം ഏതൊക്കെ സ്കൂളുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന്. സ്പെഷ്യൽ ബ്രാഞ്ചിന് നല്ലപോലെ അറിയാം, പോലീസിന് നല്ലപോലെ അറിയാം. ഇതൊന്നും ശരിയല്ല. ഏതൊക്കെ സ്കൂളുകളിൽ ഇതേപോലെ എന്തെങ്കിലും വല്ല മയക്കുമരുന്നിന് അടിമയായ കുട്ടികളുണ്ടോ, എന്തൊക്കെയാണ് അവിടെയൊക്കെ റെയ്ഡ് നടത്തിക്കൊണ്ട്, അവിടെയൊക്കെ നല്ലപോലെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് വഴിതെറ്റുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ വഴിതെറ്റാതെ നല്ല വഴിയിലേക്ക് നടത്താനുള്ള സാഹചര്യം അധികാരികളിൽ നിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇനി ഇതിന്റെ അപ്പുറവും കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മാതാവിനെയും പിതാവിനെയും നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ നമ്മുടെ അധ്യാപകരെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ അധ്യാപകരുടെ ശാപം വാങ്ങിച്ചു കൂട്ടരുത്. മാതാപിതാക്കളുടെ ശാപം എങ്ങനെയാണോ അതുപോലെയാണ് അധ്യാപകരുടെ ശാപവും. ഒരു സംശയം വേണ്ട. അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങാനുള്ള സാഹചര്യം ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സസ്പെൻഡ് അല്ല ചെയ്യേണ്ട പണി വേറെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമുക്കെതിരെ പൊങ്കാലിയുമായിട്ട് വരും. ഇതൊന്നും ശരിയല്ല. മക്കളോട് നല്ലപോലെ അഡ്വൈസ് കൊടുത്തുകൊണ്ട് മാതാപിതാക്കളെ മാതൃകയാവണം. ദയവ് ചെയ്ത് മാതാപിതാക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നല്ലപോലെ പഠിപ്പിക്കണമെങ്കിൽ നല്ലപോലെ അഡ്വൈസ് കൊടുക്കണം. സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകർ അങ്ങനെയാണ്, അധ്യാപകർ ഇങ്ങനെയാണ്, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ, ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ബഹുമാനം തരുന്നുവോ അതുപോലെ നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങൾ ബഹുമാനം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഈ ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും ഉയർച്ച ഉണ്ടാവില്ല. ഞങ്ങളെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, അധ്യാപകരെയും ബഹുമാനിക്കണം, പൊതുജനങ്ങളെയും ബഹുമാനിക്കണം, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം. പൊതുവെ മനുഷ്യരെ ബഹുമാനിച്ചുകൊണ്ട് ആരെയും ആക്രമിക്കാതെ നല്ല രീതിയിലുള്ള ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഉപദേശം കിട്ടാത്ത കാലത്തോളം ഇതുപോലെയുള്ള കുട്ടികൾ ഇനിയും ഉണ്ടാവും. ദയവ് ചെയ്ത് പറയാണ്, നല്ലപോലെ അഡ്വൈസ് കൊടുക്കുക. ഇതിന് തക്കതായ ശിക്ഷ. കുട്ടിയെ സസ്പെൻഡ് ചെയ്തു പറഞ്ഞു, അത് കുട്ടിയല്ല, വേറെ കുട്ടിയാണ്. സസ്പെൻഡ് അല്ല, അതിനൊക്കെ പുറത്താക്കി പടിയടിച്ച് പിണ്ടം വെക്കുന്നതായിരിക്കും നല്ലത്. ദുർഗുണ പാഠശാലയൊന്നും അല്ല വേണ്ടത്, ഇരുട്ടറയാണ് വേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോ നാളെ എനിക്കെതിരെ എന്താ വരികയെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് പറയാണ് മാതാപിതാക്കളോട്, മക്കളെ നല്ലപോലെ ഉപദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. കേരളത്തിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിലും പോലീസിന്റെ സാന്നിധ്യം വേണ്ടിവരും. പോലീസ് അവിടെ കാവൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അധ്യാപകർക്ക് നാളെ ഇങ്ങനെ ചെയ്തവൻ ഇങ്ങനെ പറഞ്ഞാൽ നാളെ സ്കൂളിനകത്ത് അധ്യാപകർക്കെതിരെ എന്തെങ്കിലും ചെയ്യില്ല എന്ന് ഉറപ്പ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലത് വരട്ടെ. എല്ലാ വിദ്യാർത്ഥികളും നല്ലപോലെ പഠിച്ച് നാളെ ലോകത്തിന്റെ ഓരോ മേഖലകളിൽ പ്രവർത്തിച്ച് ലോകത്തെ ചലിപ്പിക്കേണ്ട വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.